ഹലോ, എല്ലാവർക്കും മിറാക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ലൈനിങ് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് ഒരളവ് ഉള്ള ബ്ലൗസ് എടുക്കുക. ഒരു വ്യക്തിയുടെ അളവെടുത്ത് ചെയ്യുന്നതല്ല, അളവ് ബ്ലൗസ് വെച്ച് ബ്ലൗസ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു അളവ് ബ്ലൗസ് കിട്ടുന്നത്, ആ അളവ് ബ്ലൗസിൻ്റെ ബാക്ക് പീസിൽ സെൻറ്റർ മാർക്ക് ചെയ്യണം. കഴുത്തിൻ്റെ ഭാഗവും അതേപോലെ തന്നെ സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കണം. ഷോൾഡറൊക്കെ കറക്റ്റ്, നമുക്ക് ബാക്കിൻ്റെ കഴുത്തുമൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മാർക്കിങ് ചെയ്യുന്നത്. സെൻറ്ററിൽ തന്നെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ ബ്ലൗസ് ഇടുന്നത് പോലെ തന്നെ ബാക്ക് പീസ് പുറത്ത് കാണത്തക്ക രീതിയിൽ അതിനെ ടേബിളിലിടുക. നല്ലതുപോലെ ചുളുങ്ങിയൊന്നും കിടക്കാതെ നല്ല രീതിയിൽ നിവർത്തി ഇടുക. അതിനുശേഷം നമുക്ക് ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. ബാക്ക് പീസിലാണ് ഇറക്കം മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡറിൻ്റെ തയ്യലിൻ്റെ എൻഡ് മുതൽ താഴെ അറ്റം വരെ എത്ര ഇറക്കം ഉണ്ടെന്ന് നോക്കണം. അത് നിവർത്തി ഇട്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിരിക്കും. നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് 14 ഇഞ്ച് ഇറക്കമാണ്. എല്ലാം ഒരു പേപ്പറിലേക്ക് നമ്മൾ എഴുതി വെക്കണം, അല്ലെങ്കിൽ മറന്നു പോകും. പിന്നെ ചെസ്റ്റ് വണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. ചെസ്റ്റ് വണ്ണം 2 രീതിയിൽ നമുക്ക് അളവെടുക്കാം. ആദ്യത്തെ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ പടിയുടെ എൻഡ് മുതൽ അപ്പുറത്തെ പടിയുടെ എൻഡ് വരെ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ബട്ടൺ കൊളുത്തുന്ന എക്സ്ട്രാ പടിയുള്ളത് ഒഴിവാക്കിയിട്ട് വേണം എടുക്കാൻ. അവിടുന്ന് റിഗാളിൻ്റെ അടുത്ത് വരെ ആദ്യം പിടിച്ചെടുക്കണം. ഒരുപാട് വലിക്കരുത്, ഒരു മീഡിയം രീതിയിൽ, എന്നാൽ ചുളുങ്ങി കിടക്കുകയോ ചെയ്യരുത്. അത് കഴിഞ്ഞ് ബാക്കിൻ്റെ എൻഡ് മുതൽ, ബാക്കിൻ്റെ ആ റിഗാൾ മുതൽ അടുത്ത റിഗാൾ വരെ. ഓക്കെ. അതിനുശേഷം അവിടുന്ന് വീണ്ടും നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ എൻഡ് വരെ, അവിടെയാണ് ഹൂക്ക് വരുന്നത്. ഹൂക്കിൻ്റെ ആ ബട്ടൻ്റെ അതിൻ്റെ എൻഡ് വരെ എടുക്കണം. അവിടെ വരെ നമുക്ക് കിട്ടിയേക്കുന്ന വണ്ണം 36ആണ്. ഇനി അങ്ങനെ എടുക്കാൻ പ്രയാസമുള്ളവർക്ക്, അങ്ങനെ വണ്ണം എടുക്കാനൊരു പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഓരോ പാർട്സിൻ്റേതും എടുക്കണം. ഇപ്പം ബാക്കിൻ്റെ ചെസ്റ്റ് ആ റിഗാൾ മുതൽ റിഗാൾ വരെ അളവെടുക്കുക. നമുക്ക് കിട്ടിയേക്കുന്നത് 18ആണ്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പീസിൻ്റെ എടുക്കണം. രണ്ട് ഫ്രണ്ടാണെന്നല്ല, 2 ഫ്രണ്ട് പീസിൻ്റെ എടുക്കണം. ഒരു ഭാഗത്തിൻ്റെ 9 ഇഞ്ച്, തൊട്ടടുത്ത പീസിൻ്റേത് 9 ഇഞ്ച് തന്നെ വരും. അത് 9 ഇഞ്ച്. അപ്പോൾ 9 18, മൊത്തം കൂടെ കണക്ക് കൂട്ടി നോക്കിയാൽ 18 36 ഇഞ്ച് ചെസ്റ്റ് വണ്ണം. അത് കറക്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബോട്ടമാണ്, അടിവശത്തെ ഇറക്കം. അടിവശത്തെ ഇറക്കമല്ല, അടിവശത്തെ വണ്ണം. അത് മൊത്തത്തിൽ അതിങ്ങനെ നമുക്ക് നിവർത്തിയിട്ട് അളവെടുക്കാൻ പറ്റും. അതങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം മൊത്തത്തിൽ അളവെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെസ്റ്റ് വണ്ണം പാർട്ടായിട്ട് എടുത്തതുപോലെ അങ്ങനെ വേണേലും എടുക്കാം. ഇപ്പോൾ നമുക്ക് വണ്ണം കിട്ടിയേക്കുന്നത് ടോട്ടൽ വണ്ണം 28ആണ്. അതല്ലാതാണ്ട് ഇങ്ങനെ തന്നെ കൈ വെച്ച് ഇങ്ങനെ പിടിച്ച് അങ്ങനെ എടുക്കാം. ഇങ്ങനെ ആയാലും വണ്ണത്തിൽ വ്യത്യാസം വരാതെ എടുക്കുക. 28 ഇഞ്ച്. അതിനുശേഷം നമുക്ക് ഷോൾഡറിൻ്റെ അളവെടുക്കണം. ഷോൾഡർ കഴുത്തിൻ്റെ എൻഡ് മുതൽ കൈ തയ്ച്ച് അറ്റാച്ച് ചെയ്തേക്കുന്നിടം വരെ 3 ഇഞ്ചാണ് നമുക്ക് അളവ് കിട്ടിയത്. പിന്നെ വേണ്ടത് സ്ലീവാണ്. ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് തേച്ച് വൃത്തിയായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മടക്കുകളൊക്കെ കൃത്യമായിട്ടിരിക്കും. ഇത് ചുളുങ്ങി കൂടിയിരിക്കുന്നതായതുകൊണ്ടാണ് ഇത്രയും താമസം. എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അളവുകൾ എടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ അളവിൽ വ്യത്യാസം വരും. സ്ലീവിൻ്റെ നീളം എടുക്കണം. സ്ലീവിൻ്റെ നീളം നമുക്ക് കിട്ടിയിരിക്കുന്നത് 8.25 ഇഞ്ചാണ്. 8.25 എഴുതുക. അതിന് ശേഷം സ്ലീവിൻ്റെ ബോട്ടം, കൈവണ്ണം നമുക്ക് എത്ര ഉണ്ടെന്നുള്ളത് നോക്കാം. 5.5 ഇഞ്ചാണ് കൈവണ്ണം കിട്ടിയേക്കുന്നത്. ഓരോരുത്തർക്കും പല പല അളവുകളായിരിക്കും. എനിക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഒരു ഓർഡർ ബ്ലൗസിൻ്റെ അളവാണ് ഈ കാണിക്കുന്നത്. പിന്നെ റിഗാൾ ഷോൾഡറിൻ്റെ ആ തയ്യലിൻ്റെ എൻഡ് മുതൽ സൈഡ് ജോയിൻ്റ് ചെയ്തേക്കുന്ന ആ ഭാഗം വരെ എടുക്കണം. നമുക്കിവിടെ കിട്ടിയേക്കുന്നത് 7.25 ഇഞ്ചാണ്. ഓക്കെ. പിന്നെ കറക്റ്റായിട്ട് ബ്ലൗസ് സാധാരണ ഇടുന്ന പോലെ തന്നെ ഇട്ട് ഹൂക്ക് ചെയ്യണം. കൊളുത്തതിൽ പിടിപ്പിച്ച് സാധാരണ ബ്ലൗസ് ഇടുന്ന പോലെ തന്നെ ടേബിളിൽ നല്ലതുപോലെ ചുളുക്കമൊക്കെ ഒഴിവാക്കി നല്ലതുപോലെ ഇടണം. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിൻ്റെ അളവ് എടുക്കാനാണ്. അപ്പോൾ അത് ചുളുങ്ങി കൂടിയൊന്നും ഇരിക്കരുത്. നല്ല രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക, ചുളുങ്ങിയിരിക്കാതെ.
ഫ്രണ്ട് കഴുത്തിൻ്റെ അളവാണ് എടുക്കുന്നത്. ഫ്രണ്ട് കഴുത്തിൻ്റെ ആ തയ്യലിൻ്റെ എൻഡ് മുതൽ നമുക്ക് ദാണ്ട് ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യണം. ടേപ്പ് നേരെ വെച്ചും കൊണ്ടൊന്ന് മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഷോൾഡറിൻ്റെ തയ്യലിൻ്റെ ഷോൾഡർ മുതൽ താഴോട്ട് ആ മാർക്ക് ചെയ്തേക്കുന്നിടം വരെ നീളത്തിൽ എത്ര ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിന് കിട്ടിയേക്കുന്നത് 5.5 ഇഞ്ചാണ്. 5.5 അത് ബുക്കിൽ എഴുതി വെക്കും. പിന്നെ നമുക്ക് വേണ്ടത് നെക്കിൻ്റെ ബാക്കിലെ നെക്ക് വേണം, നെക്കിൻ്റെ വിഡ്ത്തും വേണം. ഇത്രയാണ് കഴുത്തിൻ്റെ മാർക്ക് വരേണ്ടത്. ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം തന്നെ ഇറക്കം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇറക്കം മാർക്ക് ചെയ്തേക്കുന്നത് ആ സെൻറ്റർ മാർക്ക്, ബാക്ക് പീസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തേക്കുന്നിടത്ത് ആ ഇറക്കത്തിൻ്റെ ഭാഗം വെക്കുക. 14 ഇഞ്ച് വെക്കുക. 14 ഇഞ്ചിൽ നിന്ന് മുകളിലോട്ട് പിടിക്കുമ്പോൾ നമുക്ക് ആ ടേപ്പ് എത്രയാണോ ബാലൻസ് കിടക്കുന്നത് അതാണ് ബാക്ക് കഴുത്ത്. നമുക്കിപ്പോൾ ബാക്ക് കഴുത്ത് വന്നേക്കുന്നത് 6.25 ഇഞ്ചാണ്. അപ്പോൾ അതങ്ങനെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് അതേപോലെ ആദ്യം ഇട്ടതുപോലെ തന്നെ നല്ലതുപോലെ ഇടുക. ഫ്രണ്ടിൽ ഹുക്ക് പിടിപ്പിക്കുക. ഹുക്കൊക്കെ വെച്ചിട്ട് ശേഷം സാധാരണ ബ്ലൗസ് എങ്ങനെയാണോ കിടക്കുന്നത് അതേ രീതിയിൽ തന്നെ നല്ലതുപോലെ ചുളിവ് നിവർത്തി വെക്കുക. നെക്ക് വിട്ടെടുക്കാനാണ്. നെക്ക് വിട്ടെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിടന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ അളവിന് വ്യത്യാസം വരും. ബ്ലൗസ് നമുക്ക് അളവിന് കിട്ടിയ ബ്ലൗസ് നല്ലതുപോലെ ഇട്ടതിന് ശേഷം മുകളിലത്തെ ഗ്യാപ്പ് കാണുന്ന അത്രയും ഭാഗത്ത് അതെടുക്കുക. അത് നെക്ക് വിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് 6 ഇഞ്ചാണ്. ഈ അളവുകൾക്കൊക്കെ ഇതിനൊക്കെ 6, 5.5, 6 ഇഞ്ച് മതിയാവും. കൂടുതൽ കഴുത്ത് വൈഡായിട്ട് ഇറങ്ങി കിടക്കേണ്ട, കഴുത്ത് വൈഡ് വേണ്ടവർക്കാണ് കൂടുതലുണ്ട്. അല്ലെങ്കിൽ ഒരു 5.5 ആയാലും കുഴപ്പമില്ല. 5.5, 6. അതിനുശേഷം നമുക്ക് വേണ്ടത് കട്ടിങ്ങിൻ്റെ അളവാണ്. കട്ടിങ് ബ്ലൗസാണ് വയ്ക്കുന്നത്. കട്ടിങ്ങിൻ്റെ ആ പടിയുടെ ചേർന്നുള്ള അളവ് നമ്മൾ എടുക്കണം. അത് 3.5 ഇഞ്ചാണ് ഇതുള്ളത്. എല്ലാം റെഡി അളവാണ്. അതിനുശേഷം ഒരു 2 ഇഞ്ച് പടിയെ അങ്ങോട്ട് മാറ്റി വേണം നമുക്ക് അടുത്തത് ആ കർവ് വരുന്ന ഭാഗത്ത് വേണം അളവെടുക്കാൻ. അവിടെ കിട്ടിയേക്കുന്നത് 2.5 ഇഞ്ചാണ്. പിന്നെ ലാസ്റ്റിലത്തെ അളവ് സൈഡ് ഭാഗം അത് 3 ഇഞ്ച്. എല്ലാം പ്രത്യേക ഓർമ്മയാണ്. ഇതെല്ലാം എഴുതിയേക്കുന്നത് റെഡി അളവുകളാണ്. എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടത് കട്ട് ചെയ്യാൻ നേരം ഞാൻ പറഞ്ഞുതരാം, അതേപോലെ ചെയ്യണം. നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. ബോഡി പീസ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, ലൈനിങ് പീസിലാണ് കട്ട് ചെയ്യുന്നത്. ചിലർ ലൈനിങ്ങും ബോഡി പീസും കൂടി ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യും. പക്ഷേ അന്നേരം കട്ട് ചെയ്യുമ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് തയ്ക്കുമ്പം ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നാൽ ചെറുപ്പവും വലിപ്പമായി പോകും. പക്ഷേ ലൈനിങ് കറക്റ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ ബോഡി വെച്ച് കട്ട് ചെയ്താൽ നമുക്കൊരു ശകലം കൂട്ടിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ വണ്ണത്തിൻ്റെ അളവ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ അളവ് വെച്ചിട്ട് രണ്ടായിട്ട് മടക്കണം തുണി. തേരുവിളിമ്പിൻ്റെ ഭാഗം നീളത്തിൽ കിടക്കണം. അവിടുന്ന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് വണ്ണം നോക്കണം. ചെസ്റ്റ് വണ്ണം 36 ഇഞ്ചായിരുന്നു. 36ൻ്റെ 4 എടുക്കണം. അത് 9 ഇഞ്ച്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും 9 ഇഞ്ച് ചെസ്റ്റ് വണ്ണവും. ഓരോരുത്തരുടെയും വണ്ണം അവർക്ക് വ്യത്യാസം ഉണ്ടാവും, അതിനനുസരിച്ച് എടുക്കും. അപ്പോൾ 10.5 ഇഞ്ച് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട്. 10.5 ഇഞ്ച് മുകളിലും താഴെ മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ മാർക്കിങ്ങിൽ ആ പീസ് മടക്കി വെക്കണം. നന്നായിട്ട് അതൊന്ന് മടക്കി വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരിക്കാനൊരു പിന്ന് കുത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ മടക്കി വെക്കുകയോ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഈ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള സഹായം ചെയ്യുക. ഒരു പിന്ന് കുത്തി വെച്ചതിന് ശേഷം വേണം അടുത്ത മാർക്കിങ് ചെയ്യാൻ. അപ്പോൾ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോത്തില്ല. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ ബോട്ടം ഭാഗം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അത് ലെവൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്യുക. ഒന്നുകിൽ മാർക്ക് ചെയ്യണം, അതല്ലെങ്കിൽ ലെവൽ ചെയ്ത് തന്നെ കട്ട് ചെയ്താൽ മതി. ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൽ ഇറക്കം മാർക്ക് ചെയ്യണം 14 ഇഞ്ച്. 14 ഇഞ്ച് ഇറക്കം ഉള്ളതിന് നമുക്ക് ഒരു 3/4 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് ഇടണം. 14.25 അല്ലെ 15. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറഞ്ഞു പോയാൽ അറിയത്തില്ല. അതുകൊണ്ട് 14 എന്നുള്ളത് 15 ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് കുറച്ച്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്യൽ തുമ്പ് എടുക്കുക. നിങ്ങൾ തയ്യൽ തുമ്പ് എടുക്കുന്നതനുസരിച്ച് ചെയ്യുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇറക്കം മാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ കഴുത്തകലം മാർക്ക് ചെയ്യണം. നെക്ക് വിഡ്ത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ല, 5.25 നമുക്ക് നെക്ക് വിഡ്ത്ത്. അതിനകത്തൊന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ ഭാഗം കുറച്ചിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ 6 ഇഞ്ചാണ് കഴുത്തകലം. 6ൻ്റെ പകുതി 1/2 ഇഞ്ച് കുറച്ച് കഴിയുമ്പോൾ 5.5 ഇഞ്ച്. 5.5യുടെ പകുതി 2.25 ഇഞ്ച്. 2.25 ഇഞ്ച് കഴുത്തകലവും ഇറക്കം. പിന്നെ അത് കഴിഞ്ഞ് കഴുത്തിറക്കം. ബാക്ക് കഴുത്തെന്ന് പറയുന്നത് 6.25 6.25 കഴുത്തിറക്കവും മാർക്ക് ചെയ്തതിന് ശേഷം സ്ക്വയർ പോലെ അങ്ങനെ വരയ്ക്കുക. ഒരു സ്ക്വയർ രൂപത്തിലായിരിക്കും ആ ജോയിൻറ്റുകളെല്ലാം കൂടെ നമ്മൾ
സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യും. എന്നിട്ട് റൗണ്ട് കഴുത്ത് സാധാ കഴുത്താണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ടൊരു റൗണ്ട് കഴുത്ത് ചെയ്യും. മാർക്കിങ് നല്ലപോലെ കാണാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു, ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോൾഡർ, കഴുത്തിൻ്റെ വിട്ട് ആ കഴുത്തകലം മാർക്ക് ചെയ്തെടുത്തു എന്ന് വേണം ഷോൾഡർ മാർക്ക് ചെയ്യാൻ. നമ്മൾ ഷോൾഡറിൻ്റെ ഫുൾ ഷോൾഡറല്ല എടുത്തേക്കുന്നത്. അതുകൊണ്ട് 3 ഇഞ്ചാണ്. 3 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂടെ കൂട്ടാം. തയ്യൽ തുമ്പ് എന്തായാലും ഇട്ടിരിക്കണം. അപ്പോൾ അത് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യും. അത് 3 എന്നുള്ളത് 4 ഇഞ്ചാക്കണം. അത് കഴിഞ്ഞിട്ട് റിഗാൾ നമ്മൾ 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ഇഞ്ച് കുറച്ചതിന് ശേഷം മതി ബോഡിയിൽ നമുക്ക് ഇതിൽ ലൈനിങ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 5 മാർക്ക് ചെയ്യും. 5 മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് വണ്ണം, ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യും. ചെസ്റ്റ് വണ്ണം നമുക്ക് കിട്ടിയേക്കുന്നത് 36ആണ്. 36ൻ്റെ 4/1 മാർക്ക് ചെയ്യണം, 9 ഇഞ്ച്. 9ൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അതിന് ശേഷം റിഗാൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ഒന്ന് അളന്ന് നോക്കുക. പിന്നെ ബോട്ടം 28 ഇഞ്ച് അളവാണ് നമുക്കുള്ളത്. 28ൻ്റെ 4/1 7 ഇഞ്ചാണ്. 7 അവിടെ മാർക്ക് ചെയ്യുക. 7ൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്ന കാര്യം മറന്നു പോകരുത്. 7 ഇഞ്ച് അതും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. എന്നിട്ട് നമ്മുടെ ആ റിഗാളിൻ്റെ കോൺ വരുന്ന ഭാഗത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ആ ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കർവ് മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ വളവ് വരണം. എന്നിട്ട് നമ്മൾ ആ മാർക്കിങ് അതിങ്ങനെ കറക്റ്റായിട്ടൊരു റൗണ്ടിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിഗാൾ മാർക്കിങ് ആയി. ചെസ്റ്റ് വണ്ണവും ബോട്ടത്തിൻ്റെ വണ്ണവും മാർക്ക് ചെയ്തേക്കുന്ന ഭാഗം ഒരുമിച്ച് ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നീളത്തിലൊരു വര. ഓക്കെ, ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മാർക്കിങ്ങിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കും. ആദ്യം ആ ബോട്ടം ഭാഗം നമ്മൾ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അത് കട്ട് ചെയ്യുന്നതെല്ലാം നിങ്ങളെ കാണിക്കണ്ടല്ലോ. ഈ മാർക്ക് ചെയ്തേക്കുന്നിടത്തൂടെ തന്നെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തു. അത് മൊത്തത്തിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അത് കട്ട് ചെയ്ത് അങ്ങനെ അതേ ആ വരച്ചേക്കുന്ന വരയെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബാക്ക് പീസായി. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആ മടക്കിൽ നിന്ന് ഒരു 4 ഇഞ്ചും കൂടെ അധികം ഇടണം. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് പീസിൻ്റെ പടിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് തയ്ക്കണമല്ലോ. ആ പടി ജോയിൻ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് ഒരു 4 ഇഞ്ച് കൂടെ തയ്ക്കണം. അങ്ങനെ ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മൾ തയ്ച്ച് സൈഡ് കൂട്ടുമ്പോഴും എല്ലാം ഒരേപോലെ ആയിരിക്കും ഫ്രണ്ടും ബാക്കിൻ്റെ എല്ലാ അളവുകൾ വരുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ട് കുറഞ്ഞിരിക്കും. അങ്ങനെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് മടക്കിയതിന് ശേഷം ഷോൾഡർ കട്ട് ചെയ്ത ഭാഗത്ത് തന്നെ വരണം ബാക്ക് പീസിൻ്റെ ഷോൾഡർ നമ്മൾ വെക്കാനും, മേളോട്ടുള്ള ഭാഗം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തുണി വേസ്റ്റ് ആവാതെ നമുക്ക് അതിനകത്തുള്ള ആ ബാലൻസ് തുണിക്ക് അതൊന്ന് ഫ്രണ്ട് പടിയോ എന്ത് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അവിടെ നമ്മളൊരു 4 ഇഞ്ച് അധികം ഇട്ടിട്ട് വേണം ബാക്ക് പീസ് വെക്കാൻ. 4 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കണം. അത് നമുക്ക് ഫ്രണ്ട് പടി അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. എന്നിട്ട് സൂചിയൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയല്ല. ഷോൾഡറിൻ്റെ പടം മാർക്ക് ചെയ്യുക. ഇനി അത്യാവശ്യമായിട്ടും വേണ്ടതാണ്, നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അതായത് 1 ഇഞ്ച് കൂടെ ഇറക്കം കൂട്ടി വേണം ചെയ്യാൻ. ബാക്ക് പീസിനേക്കാൾ 1 ഇഞ്ചും കൂടെ കട്ടിംഗ് ബ്ലൗസിനാണ്. കട്ടിംഗ് ബ്ലൗസ് ആയതുകൊണ്ട് കട്ടിങ് തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് അവിടെ എക്സ്ട്രാ ഇടണം. 1 ഇഞ്ച് അധികം ഇട്ടിട്ട് ഒരു വര വരയ്ക്കും. ബാക്ക് പീസിൻ്റെ അളവിൽ തന്നെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കരുത്. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറക്കം കുറഞ്ഞു പോകും. 1 ഇഞ്ച് കൂടെ അധികം ഇട്ട് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. നേരത്തെ അവിടെ ആ മാർക്കിംഗ് ഉണ്ട് മുകളിലത്തെ, ഞാനൊന്നുകൂടെ കാണിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് കഴുത്ത് മാർക്ക് ചെയ്യണം. കഴുത്തിൻ്റെ വിട്തൊക്കെ മറ്റേത് തന്നെ ഉണ്ടല്ലോ. ബാക്ക് പീസ് ഇരിക്കുന്നത് കൊണ്ട് നമുക്കറിയാൻ പറ്റും. കഴുത്തിൻ്റെ ഇറക്കം മാത്രം ഫ്രണ്ട് നെക്കിൻ്റെ നോക്കി. അത് 5.5 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് എടുത്തിട്ടുള്ളത്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. കഴുത്ത് മാത്രം കറക്റ്റ് അളവ് തന്നെ ചെയ്താൽ മതി. അതിനെ ഒന്നും കൂട്ടുമൊന്നും വേണ്ട. നമ്മളത് കറക്റ്റായിട്ട് തന്നെ വന്നോളും തെച്ച് വരുമ്പോൾ. വരയ്ക്കുക. അതിനും റൗണ്ട് കഴുത്താണെങ്കിൽ ആ റൗണ്ട് കഴുത്ത്. ഇതിന് റൗണ്ട് കഴുത്താണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം സിമ്പിളായിട്ടുള്ളത് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമേ ഓരോ മോഡലുകൾ ചെയ്യാവൂ. ആ റൗണ്ടിലൊന്ന് വരയ്ക്കുക. ഇനി കഴുത്ത് അങ്ങനെ കട്ട് ചെയ്യുക. എന്നാൽ കട്ട് ചെയ്യുന്നതിന് മുമ്പ്
ഈ ബോട്ടം ഭാഗം വരുന്നിടത്തൊന്ന് നോക്കണം. നമുക്ക് അവിടെ ഒരു ടക്ക് ചെയ്യാനുണ്ട്. അതായത് ഫ്രണ്ട് പീസേൽ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ടക്ക് പിടിക്കും അടിഭാഗത്തെ കപ്പ് കറക്റ്റായിട്ട് വരാൻ. അപ്പോൾ അതുകൊണ്ട് അവിടെ മാത്രം നമ്മൾ പരമാവധി തയ്യൽ തുമ്പ് അങ്ങോട്ട് എക്സ്ട്രാ ഇട്ടേക്കണം. വേണ്ടത് ആ ബാക്ക് പീസിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്യരുത് ബോട്ടം ഭാഗം. അവിടെ നിന്നൊരു 1.5 ഇഞ്ച് അധികം ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കണ്ടോ, ആ ഗ്യാപ്പ് ആ ഗ്യാപ്പ് ഇട്ടേക്കണം. അത്രയും കൂടെ അധികം അങ്ങോട്ട് ഇട്ടിട്ടേ കട്ട് ചെയ്യാവൂ. അത് വളരെ ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് പീസ് കുറഞ്ഞു പോകും. അങ്ങനെ അത് രണ്ടും കട്ട് ചെയ്തെടുത്തു, ഫ്രണ്ടും ബാക്കുമായി. എന്നിട്ട് മേളത്തെ ബാക്ക് പീസ് അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഫ്രണ്ട് പീസിൽ നിന്ന് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. കട്ടിങ് പീസിൻ്റെ അതിനകത്തുനിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ കൈക്കുഴിയുടെ ഭാഗവും സ്വല്പം ഒരു 1/4 ഇഞ്ച് നമുക്ക് കയറ്റി കട്ട് ചെയ്യണം. അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വിട്ടേക്കുക. ഒരു 1/4 ഇഞ്ച് കൈക്കുഴിയുടെ ഭാഗം മാർക്ക് ചെയ്ത് തന്നെ കട്ട് ചെയ്യണം. അല്ലാതെ കട്ട് ചെയ്താൽ ചിലപ്പം കൂടിക്ക് പോയാൽ അറിയത്തില്ല. 1/4 ഇഞ്ച് മതി. മാർക്ക് ചെയ്തിട്ടിട്ട് അടുത്തത് നമുക്ക് കട്ടിങ്ങിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം. കട്ടിങ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടത്, ഓരോ ഇഞ്ച് വീതം അധികം ഇടണം. നമ്മൾ എടുത്ത അളവെന്ന് പറഞ്ഞാൽ എല്ലാം റെഡി അളവാണ്. അതിനേക്കാൾ ഓരോ ഇഞ്ച് വീതം അധികം എടുക്കണം. ആ പടിയുടെ അകത്തുനിന്ന് അങ്ങോട്ട് ഒരു 2 ഇഞ്ച് മാറ്റി വേണം സെൻറ്ററിലേത് മാർക്ക് ചെയ്യാൻ. അത് 3.5 ഇഞ്ച് പടിയുടെ ഭാഗം 3.5 ഇഞ്ച് വരേണ്ടടുത്ത് 4.5 ഇടണം. 2.5 വരേണ്ടടുത്ത് 3.5 ഇടണം. അതിൻ്റെ ബോട്ടം ഭാഗം ആ എൻഡ് തയ്യൽ സൈഡ് ഭാഗം വരുന്നിടത്ത് 3 ഇഞ്ചിന് 4 ഇടണം. അവിടെ 4 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് എല്ലായിടും നമ്മളെടുത്ത അളവിനേക്കാൾ ഓരോ ഇഞ്ച് അളവ് അധികം ഇടണം. എന്നിട്ട് ആ വരകളെല്ലാം കൂടെ ഒന്ന് റൗണ്ടിനൊന്ന് ജോയിൻ ചെയ്യുക. ഒരു ഓവൽ ഷേപ്പ് വരും. സൈഡ് ഭാഗത്തു നിന്ന് ഒരു 1-1.5 ഇഞ്ച് കട്ട് ചെയ്താൽ അത് പിന്നീട് ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ആ ഓവൽ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് അത് കട്ടിങ് പീസിങ് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കട്ടിങ് പടി വെക്കാനുള്ളതാണ്. അതുകൊണ്ട് അവിടുന്ന് ഒരു ഇഞ്ചോ 1.25 ഇഞ്ചോ കട്ട് ചെയ്താൽ കളയാം. കാരണം അത്രയും നീളം നമുക്ക് ആവശ്യമില്ല. നമ്മളിവിടെ ടക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത്രയും കുറവ് വരും. അതുകൊണ്ട് ആ കൈക്കുഴി മാർക്ക് ചെയ്ത കറക്റ്റ് ആ മാർക്കിങ്ങിലൂടെ 1/4 ഇഞ്ച് കയറ്റി കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഫ്രണ്ട് ചുളുങ്ങാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2 പീസ് മടക്കിയിട്ട് ചെയ്തതിൻ്റെ പേരിൽ ഫ്രണ്ട് ഓപ്പൺ ചെയ്യേണ്ടതാണെങ്കിൽ ഓപ്പൺ ചെയ്യണം. മടക്കിയിട്ട് ചെയ്തേക്കുന്നതാണ്. ഫ്രണ്ട് മടക്കിയിട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ആ ഓപ്പൺ ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ ഓപ്പൺ ഭാഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കട്ടിങ് ക്ലിയറായി, കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ടക്ക് മാർക്ക് ചെയ്യണം. ഫ്രണ്ടിൽ നിന്ന് ഒരു 2.25 ഇഞ്ച് മാർക്ക് കഴിഞ്ഞതിന് ശേഷം 2 ഇഞ്ച് 2.5 ഇഞ്ച് 2.5 അത്രയാണ് നമുക്ക് ടക്ക് വേണ്ടത്. 2.5 ഇഞ്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.25 ഇഞ്ച് വീതം ടക്ക് കിട്ടും. അതാണ് മെയിൻ ടക്ക്, വലിയ ടക്ക്. ആ കപ്പ് കറക്റ്റായിട്ട് കിടക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഫ്രണ്ട് പടിയുടെ സെൻറ്റർ ഭാഗത്ത് ഒരു ടക്ക്, അതൊക്കെ 1/4 ഇഞ്ച് മതി. 1/4 ഇഞ്ചാണ് ആ ടക്ക് ഇടേണ്ടത്. അത് ടക്ക് തയ്ക്കാൻ നേരം കാണിച്ചു തരാം. കൈക്കുഴിയുടെ കർവ് ഭാഗത്തും സൈഡ് ഭാഗത്ത് 2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഒരു ചെറിയ ടക്ക് ഇടാൻ വേണ്ടി ഇടണം. സൈഡ് ഭാഗത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, എല്ലാവരും അത് ഇടണമെന്നില്ല. എന്നിട്ട് നമുക്ക് ആ മാർക്ക് ചെയ്ത എല്ലാം 2 പീസും കൂടെ അളവറിയാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് മാർക്ക് ചെയ്യുക. ഓരോ ചെറിയ കട്ടിങ്, ഒരുപാട് വലുതായി പോകരുത്, വളരെ ചെറുതായിട്ട് വേണം ഇടാൻ. 2 പീസിലും അറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് ടക്കിൻ്റെ നീളം 2.25 ഇഞ്ച് അതിടുക. 2.25 അല്ല 2 ഇഞ്ച് അത്രയും മതിയാവും. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1.25 ഇട്ടിട്ടുള്ളൂ. സൈഡ് അതായത് 9 ഇഞ്ച് നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴോട്ട് ഒരു 9.5 ഇഞ്ച് കിട്ടണം. അവിടാണ് കപ്പിൻ്റെ സെൻറ്റർ വരേണ്ടത്. 9.5 ഇഞ്ച് കിട്ടണം. അതിന് തക്കതുപോലെ വേണം. ഓക്കെയാണ്. അതിൻ്റെ ആ കപ്പിൻ്റെ റൗണ്ട് അവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൻ്റെ ഭാഗം ശരിയായി. അത് 2 പീസും അതേപോലെ അപ്പുറം ഇപ്പുറം ഉള്ളതിൽ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഞാൻ അത് മാർക്ക് ചെയ്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിലത്തേക്ക് പടിക്ക് വേണ്ടിയിട്ട് പടി ഇപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടവർ ഒരു 1.25 ഇഞ്ച് വീതിക്ക് ലൈനിങ്ങിൻ്റെ ആ കഴുത്ത് വെട്ടിയ ഭാഗം ബാലൻസ് കിടപ്പുണ്ട്. അതിൽ നിന്നൊരു പീസ് വെട്ടിയെടുക്കുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തയ്ക്കാൻ നേരത്ത് 1.25 ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്യാൻ നേരം പിന്നെ മൊത്തത്തിൽ ഓരോ പാഴ്സുകൾ ആവശ്യമുള്ളതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തയ്ക്കാനിരിക്കുമ്പോൾ നമ്മൾ ഓരോന്നിനും എടുക്കാൻ പോകേണ്ട കാര്യമില്ല. ഓരോ പാഴ്സുകൾ കറക്റ്റ് മാറ്റി വെച്ചതിന് ശേഷം അത് തയ്ച്ചാൽ മതി. ഇനി നമുക്ക് വേണ്ടത് സ്ലീവാണ്. സ്ലീവ് കട്ട് ചെയ്യാൻ തേര് വിളുമ്പിൻ്റെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഭാഗത്തു നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് നമ്മൾ റിഗാൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റിഗാളിൻ്റെ
ഇരട്ടി എടുത്താണ് നമ്മളങ്ങനെ രണ്ടായിട്ട് മടക്കേണ്ടത്. മൊത്തം 4ആയിട്ട് മടക്കി വേണം കൈ കട്ട് ചെയ്യാൻ. ഇനി അതിന് എന്തെങ്കിലും ഒരു സംശയമുണ്ട്, എത്ര വേണമെന്ന് ടോട്ടൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തതിൻ്റെ ആ പീസ് എടുത്ത് വെച്ച് നോക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിനകത്ത് 1.5 ഇഞ്ച് കൂടെ അധികം വരുമല്ലോ. അപ്പോൾ 7 2 9 9.5 ഇഞ്ചോളം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇരട്ടി എടുത്ത് വേണം കട്ട് ചെയ്യാൻ. 9.5 ഒരു 10 ഇഞ്ച് വീതം എടുക്കുക. 10 ഇഞ്ച് എടുത്തിട്ട് 10 10 20 എടുത്തിട്ട് രണ്ടായിട്ട് മടക്കുക. അതിനെ വീണ്ടും ഒന്നുകൂടെ മടക്കുക. അങ്ങനെ 4 മടക്കണം. 4 മടക്കിയിട്ടിട്ട് വേണം കൈ കട്ട് ചെയ്യാൻ. അതൊരു മുട്ടപ്പിൻ വെച്ചിട്ട് ഒന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ മാറിപ്പോകത്തില്ല. ഇതൊക്കെ കോട്ടൺ തുണി ആയതുകൊണ്ട് മാറിയൊന്നും പോകത്തില്ല. ചിലപ്പോൾ ഓയിൽ പോലുള്ള തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീഡിൽ കുത്തി വെക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ തേരുവെളുമ്പിൻ്റെ ഭാഗമായതുകൊണ്ട് എല്ലാം കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് ചെറിയ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആ അടിവശം ഒന്ന് നേരെ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതിനുശേഷം കൈയുടെ നീളത്തിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂടെ അധികം ഇടണം. 1 ഇഞ്ച് കൂടെ അധികം ഇട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നേരെ ഒരു വര, ഒരു ബോക്സ് പോലെ, ഒരു സ്ക്വയർ പോലെ ആയി അന്നേരം മൊത്തത്തിൽ. എന്നിട്ട് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യണം. കൈക്കുഴി 3.25 ഇഞ്ചാണ് ഇതിനുള്ളത്. 3.25 3.5 അത്രയും മതിയാവും. 3 3.25 3.5 അതിനപ്പുറത്തേക്ക് പോകണ്ട, അത്രയും മതിയാവും. എന്നിട്ട് നേരെ ഒരു വര വരയ്ക്കുക. അതിപ്പോൾ കൈക്കുഴി നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയും ചെയ്യാം. അതായത് കൈയുടെ നീളം നോക്കിയിട്ട് കൈ കറക്റ്റായിട്ട് നേരെ ഇട്ടതിന് ശേഷം കൈയുടെ നീളം നമ്മൾ നോക്കണം. അങ്ങനെ കൈയുടെ നീളം നോക്കിയിട്ട് ആ നീളം പിടിച്ച് എത്ര ഉണ്ടോ ആ ഭാഗം അതേപോലെ തന്നെ താഴെ കൈക്കുഴി ഭാഗത്തേക്ക് കൊണ്ടുവരണം. ഉണ്ട്, അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ടേപ്പ് എത്ര ആണോ ബാലൻസ് വന്നിട്ടുള്ളത് അതാണ് കൈക്കുഴി. ഇതിനകത്ത് 3.25 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ആ 3.25 മാർക്ക് ചെയ്യും. നമ്മൾ റിഗാൾ ഒന്ന് നോക്കുക. റിഗാൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് 7.25. ആ 7.25 കറക്റ്റ് കിട്ടുക. അങ്ങനെ വെച്ച് മാർക്ക് ചെയ്യുക. അവിടുന്ന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കും. ഓക്കെ, തയ്യൽ തുമ്പ് എടുക്കുന്ന കാര്യം ആരും മറന്നു പോകരുത്. തയ്യൽ തുമ്പ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആകെ കുഴപ്പമാവും. എന്നിട്ട് ആ 3.25 മാർക്ക് ചെയ്തതും മേളിൽ നമ്മൾ കൈയുടെ നീളം മാർക്ക് ചെയ്തതും കറക്റ്റായിട്ട് ഒരു ഓവൽ ഷേപ്പിലൊന്ന് വരയ്ക്കുക. അതിന് ശേഷം ഒന്ന് ടേപ്പ് വെച്ച് അളന്ന് നോക്കുക. അളക്കുമ്പോൾ ചിലപ്പോൾ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ ചിലപ്പോൾ കൂടുതൽ വരും, റൗണ്ട് ഇങ്ങനെ കൂടി വരുന്നതിൻ്റെ പേര്. അപ്പോൾ അതുകൂടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് നമുക്ക് ആ എടുത്ത റിഗാളിൻ്റെ അത്രയും മതി. അത് അത്ര എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ വരും. പിന്നെ സ്ലീവ് ബോട്ടമാണ്. സ്ലീവ് ബോട്ടം നമ്മൾ എടുത്തേക്കുന്നത് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടുന്ന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. എന്നിട്ട് കൈ കൊണ്ട് അങ്ങ് മാർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യാൻ സ്വല്പം നീളമല്ലേ ഉള്ളൂ. പിന്നെ അതല്ല ഷേപ്പ് സ്കെയിൽ ഉണ്ടെങ്കിൽ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് മുകളിലത്തെ മാർക്കിങ്ങും താഴത്തെ മാർക്കിങ്ങും കൂടെ ഒന്ന് വരച്ചാൽ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും. തേരുവെളുമ്പായതുകൊണ്ട് എല്ലാവർക്കും ബോട്ടം കട്ട് ചെയ്യേണ്ടി വരണമെന്നില്ല. കറക്റ്റായിരിക്കും. ഇതിന് ചെറിയ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് ആ ബോട്ടം കട്ട് ചെയ്തത്. ബോട്ടം ഭാഗം ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് സ്ലീവ് ആ മാർക്കിങ്ങിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തു. ഇനി ഫ്രണ്ട് പീസിലോട്ട് വരുന്ന ഭാഗം ഫ്രണ്ട് ഒരു 4 ഇഞ്ചിന് കുഴിച്ച് വെട്ടണം. 4 ഇഞ്ച് അല്ല 1/2 ഇഞ്ച്. 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടിയാൽ നന്നായി. 1/2 ഇഞ്ച് ഉണ്ട്. ഞാനിങ്ങനെ 4 പീസ് കൂടെ മടക്കിയിട്ടിട്ടും കട്ട് ചെയ്യാനായിരുന്നു. അതിപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, അന്നേരം 4 പീസ് കൂടെ ആണോ കട്ടായത് എന്നറിയത്തില്ലല്ലോ. അതുകൊണ്ട് നിവർത്തിയിട്ട് കാണിക്കുകയാണ്. നിവർത്തിയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അടിവശത്തെ പീസ് വല്ല ഒരെണ്ണം കയറി അതിനകത്തൂടെ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റായി പോകും. ആ 2 പീസിലൂടെ 2 ഭാഗം ഫ്രണ്ട് ഭാഗമാണ് അത് വരേണ്ടത്. അവിടെ കട്ട് മാർക്ക് ഇടുക. ഒരു 1/2 ഇഞ്ച് കുഴിച്ചു വിട്ട് ഉണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി കട്ടിങ് കഴിഞ്ഞാൽ ലൈനിങ്ങിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഞാൻ ബോഡി പീസ് വെച്ചത് ഞാൻ കാണിച്ചല്ല. ബോഡി പീസ് ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചു. എല്ലാ വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നത് കൊണ്ടാണ് അതെല്ലാം മറ്റേത്. ഉണ്ട്, ബോഡിയുടെ പീസാണ് താഴെയുള്ളത്. ഉണ്ട്, അതിനകത്തുനിന്ന് എല്ലാത്തിലും ഒരു 1/2 ഇഞ്ച് വീതം അധികം ഇട്ട് കട്ട് ചെയ്യുക. അത് 2 പീസാണ്. 2 പീസ് ഇട്ട് 2 പീസെന്ന് വെച്ചാൽ ഫ്രണ്ടും ബാക്കും 2 പീസാണ്. എല്ലാം അതേപോലെ സ്ലീവ് 2 പീസ്. അത് ലൈനിങ്.
അത് കറക്റ്റായിട്ട് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു 1/2 ഇഞ്ച് വീതമാണ് അധികം ഉള്ളത്. എല്ലായിടും ഒരു 1/2 ഇഞ്ച് വീതം അധികം ചെയ്യണം. ഇനി പിന്നെ അതെങ്ങനെ ക്ലിയർ ചെയ്യും എന്നുള്ളത് തയ്ക്കാൻ നേരം ഞാൻ കാണിച്ചു തരാം. പിന്നെ കട്ടിങ് പീസ്. കട്ടിങ്ങിൽ ഒരു 4 പീസ് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കട്ടി വേണമല്ലോ, ഇച്ചിരി കനം വേണം. അതിൻ്റെ പേരിൽ ഒരു 4 പീസ് അത് കട്ട് ചെയ്യുക. അപ്പോൾ അകത്തെ ലൈനിങ് പീസ് അങ്ങ് ഉള്ളിൽ പൊയ്ക്കോളും. നമുക്കത് തയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും അത്. ക്യാൻവാസ് വെക്കേണ്ടവർ ക്യാൻവാസൊക്കെ ഒട്ടിച്ച് വെച്ച് ചെയ്യുക. പിന്നെ അതിൻ്റെ പാഴ്സുകൾ ഫ്രണ്ട് പടി 2 ഉണ്ടല്ലോ, അത് ഹൂക്ക് വെക്കുന്ന ഒരു പടി, അതിന് 1.25 ഇഞ്ച് വീതി മതി. പിന്നെ ഹൂക്കിൻ്റെ ബാർ വരിയുന്ന ഭാഗം, അത് ഒരു 2.5 ഇഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി. അപ്പോൾ ഉള്ളിലോട്ട് കിടന്നോളൂ ബാക്കിയുള്ള ഭാഗം. അങ്ങനെ കട്ടിങ് കഴിഞ്ഞു. അങ്ങനെ നോക്കുക, അതിനകത്ത് എല്ലാ പാഴ്സുകളും ഉണ്ടോ എന്ന് നോക്കുക. കറക്റ്റായിട്ട് സമം എല്ലാം വെച്ച് കറക്റ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ചെയ്യേണ്ടത് കഴുത്തിൻ്റെ പൈപ്പിംഗ് വെട്ടാനുണ്ട്. അത് പൈപ്പിംഗ് പീസ് അകത്തോട്ട് മടക്കി അടിക്കാനുള്ള, അത് ഇട്ടിട്ടില്ല. അത് നമുക്ക് അന്നേരം വെട്ടാം, ക്രോസിന് വെട്ടേണ്ടതാണ്. ഓക്കെ.